പ്ലസ് ടു ഫിസിക്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിലെ ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഫീൽഡ് ഏതാണെന്ന് ചോദിക്കും. കൺസർവേറ്റീവ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? കൺസർവേറ്റീവ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ ആയിരിക്കും, മറന്നുപോലെ. അതുപോലെ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നോ വർക്ക് ഈസ് ഡൺ ടു മൂവ് എ ചാർജ്. ടു മൂവ് എ ചാർജ് ഇൻ എ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ദെൻ എനർജി സ്റ്റോർ ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന എനർജി എവിടെ സ്റ്റോർ ചെയ്യപ്പെടുന്നു? ദാ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ 2 പ്ലേറ്റ് അല്ലേ? ഈ 2 പ്ലേറ്റ് ഇടയ്ക്കുള്ള മീഡിയം. അപ്പം ഇൻ ദ മീഡിയം ബിറ്റ്വീൻ ദ പ്ലേറ്റ് എന്നോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ മീഡിയം ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് എന്നോ പറയാം. ഒന്നുകിൽ എന്ത് പറയണം? ഇവിടുത്തെ മീഡിയം എന്ന് പറയണം, അല്ലെങ്കിൽ എന്ത് പറയണം? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. ഓക്കെ, ഏത് ഫോമിലാണ് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഏത് ഫോമിലാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. നെക്സ്റ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഇൻ വിച്ച് പൊട്ടൻഷ്യൽ റെഡ്യൂസസ് അറ്റ് ദ സ്റ്റീപ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് ഡയറക്ഷൻ എപ്പോഴും എവിടെ നിന്ന് എവിടേക്കാ? പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്ന് പൊട്ടൻഷ്യൽ കുറഞ്ഞ സ്ഥലത്തേക്ക്. അതായത് പൊട്ടൻഷ്യൽ കൂടിയ സ്ഥലത്ത് നിന്ന് കുറഞ്ഞ സ്ഥലത്ത് എപ്പോഴും പോകുന്നത് പൊട്ടൻഷ്യൽ ഏത് ഡയറക്ഷനിലാണോ കുറയുന്നത് ആ ഡയറക്ഷനിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറഞ്ഞത് ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് എന്ന് പറഞ്ഞത്. എന്താ പോസിറ്റീവ് മീനിങ്? പൊട്ടൻഷ്യൽ കൂടുതൽ. എന്താ നെഗറ്റീവ് മീനിങ്? പൊട്ടൻഷ്യൽ കുറവ്. ഓക്കെ, ഈ ടെക്സ്റ്റ് സെന്റൻസ് ആണ്, ഓർത്തിരിക്കുക. ദെൻ കപ്പാസിറ്റൻസ് ഓഫ് എ സ്പിയർ. സ്പിയറിന്റെ കപ്പാസിറ്റി എത്രയാണ്? 4πε0r. അതായത് കപ്പാസിറ്റൻസ് റേഡിയസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് ഫോർ സ്പിയർ. ഓക്കെ,